നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബോട്ടിൻ്റെ കെട്ട കഴിച്ച് എങ്ങോട്ടാണെന്നുള്ള ഈ നോക്കണം. നേരെ നമുക്ക് കടലിലേക്ക് പോകേണ്ട. അപ്പോൾ ഇന്ന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലാളിമാരും അവരുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടിയായിട്ട് നമ്മൾ ഇന്ന് കടലിൽ കറിക്ക് വലിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം പോണതിൻ്റെ ഒപ്പം നമ്മുടെ അക്വറിയം എടുത്തിട്ടാ. നേരത്തെ ഞാൻ മുന്നേ കാണിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴക്കടലിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മീനുകളായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം കാണിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കടലിൽ കിട്ടുന്ന മീനാണ്. അതായത് നമ്മൾ എപ്പോഴും കാണുന്ന മീനുകൾ, വങ്കട, ഈ ചെമ്മീൻ, ഞണ്ട്, അങ്ങനത്തെ പള്ളിക്കോര, അങ്ങനത്തെ മീനുകളില്ലേ. അപ്പോൾ അതൊക്കെയാണ് ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ അക്വറിയത്തിലിട്ട് കാണിക്കുന്നത്. അങ്ങനെ നേരെ നമ്മൾ അഴിയിറങ്ങാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങ് ദൂരെ നിന്ന് ഒരു സ്പീഡ് ബോട്ട് നല്ല സ്പീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ വന്നിട്ട് നമ്മുടെ ബോട്ടിന് മുമ്പിലിട്ട് ഒരൊറ്റ വീശൽ വളച്ചിട്ടൊരു പോക്കം കൊണ്ട് പോയിട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അഴിയിറങ്ങി. കടലാണെങ്കിൽ ശാന്തമായിട്ട് കിടക്കേണ്ട. ഇതുപോലെ ഒറ്റാളും വഞ്ചിയിൽ ചേട്ടന്മാർ ചൂണ്ടിയിട്ട് നല്ല കൊമ്പന്മാരെയൊക്കെ പിടിക്കണതാണ് കേട്ടോ. തെരണ്ടിനെയൊക്കെ പിടിക്കാറുണ്ട്. വള്ളക്കാർ തിരിച്ചു കൊണ്ടിട്ട പണി മോശമായതിൻ്റെ പേരിലാണ് തോന്നുന്നത് കരിയർ വെള്ളവും കെട്ടി വലിച്ചിട്ടാണ് പോകുന്നത്. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറേ വള്ളങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പണി മോശമായതിൻ്റെ പേരിലാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ ഒരു മീനെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മീൻകൂട്ടത്തിനെ കണ്ടെന്നുള്ളൊരു ഇത് കഴിഞ്ഞാൽ എല്ലാവരും ഓടിപ്പോണ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. തിരക്കായിരിക്കുള്ളൂ. ആദ്യം പോണകാരാണ് അയാൾക്ക് വലടിക്കുക. അപ്പം നമ്മൾ നേരെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ട. നമുക്ക് പറ്റിയൊരു ഗ്രൗണ്ട് എത്തിക്കഴിയുമ്പോൾ നേരെ ഫസ്റ്റ് വല അങ്ങോട്ട് ഇട്ടോട്ടെ. അപ്പോൾ ചെറിയൊരു ബോട്ടാണ്, ഏകദേശം ഒരു 75-70 അടി, 75-78 അടിയൊക്കെ ഉണ്ടാവുള്ളൂ. കടലാണെന്നുണ്ടെങ്കിൽ ഒരു പച്ചക്കടലാണ്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലായിരിക്കും നല്ല നീല കളർ തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ താഴെയിലായതിൻ്റെ പേരിൽ പച്ചക്കടലാണ്. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ ആൾക്കാർ, ചേട്ടന്മാർ വന്നിട്ട് ബോട്ടിൻ്റെ ഇതും അതുപോലെ നമ്പറൊക്കെ എഴുതിയെടുത്തിട്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. അവരെന്തോ ട്രെയിനിങ് പർപ്പസിൻ്റെ എന്തോ കാര്യമായിട്ടാണ് തോന്നുന്നു. പേരും ഫോൺ നമ്പറും അതെല്ലാം എടുത്തിട്ടാണ് പോയത്. അങ്ങനെ വീണ്ടും നമ്മൾ അവിടെ നിന്ന് പോയിട്ട് വലയിടാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കേണ്ട. ഏകദേശം 7 ഭാഗം 8 ഭാഗം വെള്ളമുണ്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പിട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ വലയാണ്. ഒരൊറ്റ വല, അതും 1 മണിക്കൂർ നമുക്ക് കൂടിപ്പോയാൽ വലിക്കും. 1 മണിക്കൂർ വലിക്കൂല. അപ്പോൾ അതിൽ കിട്ടുന്ന മീൻ എന്താണ്, അല്ലെങ്കിൽ ചെമ്മീനാണ്, അതെടുത്തിട്ട് നമ്മൾ നേരെ കരയിലേക്ക് ഓടിപ്പോകട്ടെ. ഇന്നാണെങ്കിൽ ഒരു രക്ഷയില്ലട്ടോ. നല്ല പൊള്ളിച്ചാണ്, ബ്ലാക്ക് ഇട്ടിട്ടാണെന്ന് തോന്നുന്നത്. നല്ല പൊള്ളിച്ചിട്ടുണ്ട്, നല്ല വെയിലുമാണ്, കാറ്റില്ല കടലിൽ. പാത്രം കഴുകാനും അതുപോലെ കുളിക്കാൻ നേരത്തൊക്കെ നമ്മൾ ഉപയോഗിക്കണം ഈ വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ വെള്ളം ഒരുക്കുള്ളത്. അതിങ്ങനെ ചാമ്പി എടുക്കും. പിന്നെ കഞ്ഞി വെക്കാൻ ഉപയോഗിക്കണ വെള്ളമൊക്കെ ജഗ്ഗിലാക്കി മുന്നിൽ വെച്ചിട്ടുണ്ടാവട്ടെ. ഒരു മണിക്കൂറായാലും 1/4 മണിക്കൂറായപ്പോഴേക്കും നമ്മൾ വല എടുക്കാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ എന്തൊക്കെ മീൻ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് വല കയറി കഴിയുമ്പോൾ ഒന്ന് കണ്ടു നോക്കാം. കൂടുതലും നമുക്ക് ചെമ്മീനായിരിക്കുള്ളൂ കിട്ടണത്, കാരണം ചെമ്മീൻ വലയാണ് ഇട്ടേക്കണത്.
കുളിരുമായൊരു കുയിൽ. പിന്നെ അതിന്റെ ഇല്ല ഇല്ലാന്ന് പറഞ്ഞ ആർക്കാ എല്ലാരും എല്ലാരും ഇങ്ങോട്ട് വരട്ടെ. എല്ലാരും അങ്ങനെ കിട്ടിയത് നമുക്ക് ആകെ ഒരു കൊട്ട ചെമ്മീനുണ്ട്. അതായിട്ട് നമ്മൾ നേരെ റിട്ടേൺ പോയണ്ട, നേരെ കരയിലേക്ക് ഓടി പോയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ അക്വേറിയത്തിലിട്ട് നല്ല കിടിലൻ വെറൈറ്റി കാഴ്ചകൾ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ, അതായത് വങ്കടനെയും അതുപോലെ പഫർ ഫിഷിനെയും എന്തിന് കടൽ മാക്രിഞ്ഞ വരെ കടൽ മാക്രിന്ന് അക്വേറിയത്തിലിടണ്ട കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടേച്ചും പാട്ടാ. കടൽ മാക്രി ഈ കാണുന്നുണ്ടോ നമ്മുടെ കടൽ മാക്രി എന്ന് പറഞ്ഞത്. ചേട്ടന്മാരെല്ലാരും എടുക്കണ്ടത് കണ്ടോ, കടൽ മാക്രിനെ കണ്ടോ. അപ്പൊ ഇതിനെ നമുക്ക് നേരെ അക്വേറിയത്തിലിട്ട് കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ കടൽ മാക്രി എന്ന് പറയണ മീൻ. ഒന്ന് നോക്കി വെച്ചേക്ക്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാട്ടെ. പിന്നെ അടുത്തത് നമ്മൾ ഇടാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വങ്കടനായിട്ടിരുന്നത്. വങ്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയില പോലെയൊക്കെ ഇരിക്കും. നമ്മുടെ നാട്ടിൽ വങ്കട എന്ന് പറയും കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ പറയണ പേരെന്താണെന്ന് അറിയില്ല, ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ മീനെ നമ്മൾ കോരാന്ന് പറയൂട്ടാ. അപ്പൊ ഇതിനെ നേരെ അക്വേറിയത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പല്ലിക്കോര എന്ന് പറയണ മീനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്താണെന്നറിയോ? ഇതിൻ്റെ പല്ലിൻ്റെയാണ്. കറക്റ്റ് നമ്മുടെ ആ ഒരു യക്ഷികളൊക്കെ കൂട്ടത്തെ പല്ലാണ്ടത് കണ്ട, രണ്ടെണ്ണം മുകളിലും ഒരെണ്ണം അടിയിലും. ഇതാണ് പല്ലിക്കോര എന്ന് പറയുന്ന മീൻ കേട്ടോ. വറുത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. നെയ്യുള്ള മീനാണെന്നുണ്ടെങ്കിൽ കറി വെക്കാനും നല്ല അടിപൊളിയാണ്ട. ഇതല്ലേ പല്ലിക്കോര അല്ലേ? പല്ലിക്കോരല്ലേ? കറൂപ്പ് എന്ന് പറയുന്ന മീനാണ്ട് ഈ കാണുന്ന. ഇതിനെ നമുക്ക് കരയിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ മറ്റുള്ള മീനുകൾ നിൽക്കണേലും കൂടുതൽ നേരം ഈ മീൻ സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റൂട്ടാ. നോക്കി, കറൂപ്പ് ചെറുതാണ്ട. അപ്പോൾ ഇതിൻ്റെ കണ്ണൊക്കെ കണ്ട നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ ഇതിൻ്റെ മുള്ളും അത്യാവശ്യം ഭംഗിയുണ്ടെങ്കിലും നല്ല ഡേഞ്ചറാണ്. കാരണം കുത്തിക്കഴിഞ്ഞാൽ നല്ല വേദനയായിരിക്കുള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കുത്തിക്കഴിഞ്ഞാൽ വിഷവും കാര്യങ്ങളൊന്നുമില്ല. വറുത്ത് കഴിക്കാനും കറി വെക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ മീൻ. അപ്പോൾ അതെ ഇവനെ നമുക്കൊന്ന് ഉഷാറാക്കി വിടക്കണ്ട. അക്വേറിയത്തിലിട്ടിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. നോക്കി, ജീവനോടുള്ള മാന്തലിനെ കണ്ടിട്ടുണ്ടോ? വേന സോൾ ഫിഷ് എന്ന് ഇംഗ്ലീഷിൽ പറയണ്ട. ഇവനെ നമുക്ക് അക്വേറിയത്തിലിട്ടൊന്ന് കാണിക്കാം. കണ്ട ജീവനുണ്ടാ. അടുത്ത സാധനത്തിന് ഞങ്ങൾ ഇട്ട് കാണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞണ്ടാണ്ട.
എപ്പോഴും അക്വേറിയത്തിൽ കാണാനായിട്ടും ആ ഒരു നടത്തം കാണാനൊക്കെ ഭംഗിയുള്ള ഞണ്ടിനെയാണ്. പിന്നെ നമുക്ക് കളർഫുള്ളായിട്ടുള്ള മീനുകൾ കിട്ടണം, അതാകുമ്പോൾ അതും കാണാൻ ഭംഗിയായിരിക്കുള്ളൂ. അപ്പോൾ ഈ ഞണ്ടിനെ എടുത്തപ്പോൾ തന്നെ ഒരു തളയനെ കടിച്ച് പിടിച്ചാൽ വെച്ചേക്കാണ്. കാരണം ഇങ്ങനെയുള്ള ഞണ്ടുകൾ കടിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കുള്ളൂ. വലിയ ഞണ്ടുകളിലേലും വേദനയായിരിക്കുള്ളൂ ഇതുപോലത്തെ ഞണ്ടുകൾ ഇറക്കുമ്പോൾ. അപ്പോൾ അവനിട്ടപ്പോൾ തന്നെ അതെ കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുകയാണ്. അക്വേറിയം സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ മീനുകളുമുണ്ട്. ഇതാണ് നമ്മുടെ കടൽ ചെല്ലി എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ മാൻഡി ഷ്രിമ്പ് എന്ന് പറയും. ഇത് ചെറുതാണ് നമുക്കുള്ളത്, വലുതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഭംഗിയായിട്ട് കാണിക്കാൻ പറ്റിയാണ്. അപ്പോൾ ഇതിനിട്ടപ്പോൾ തന്നെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കേണ്ട. ഇവൻ്റെ ഈ ഒരു ബാക്കിലെ വാല് വെച്ച് നല്ല അടിക്കും നമ്മളെ. മുള്ളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ശരീരം മുള്ളാണ്. ഇതിനെ കഴിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കില്ല. പക്ഷേ ചില പുറത്തുള്ള ആളുകൾ വലുതിനെ കറി വെച്ച് കഴിക്കണ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് മാൻഡി ഷ്രിമ്പ്. അപ്പോൾ അടുത്ത ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സ്പൈഡർ ക്രാബിൻ്റെ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ്ടി കണ്ട നല്ല അടിപൊളി ആ ഒരു പാറയമേക്കിരുന്ന് ആ ഒരു പാറയുടെ കളറായേക്കണ ഞണ്ടാണ്. അപ്പോൾ ഇവനെ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ടു നോക്കാം. അതേ പോണവൻ അതേ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി തെന്നിയാണ്ട പോണ പുള്ളിക്കാരൻ. അപ്പോൾ പല്ലിക്കോരയും അതുപോലെ പഫർ ഫിഷും നമ്മുടെ വങ്കടയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉഷാറായിട്ട് നീന്തി കിടക്കേണ്ട. പിന്നീട് കിട്ടിയത് നമുക്കൊരു ചെറിയ കട്ടിൽ ഫിഷിനെ ഉണ്ട്, ഒരു ചെറിയ കണവന. ആള് പക്ഷേ കയ്യിൽ കിട്ടിയപ്പോഴേക്കും ചത്തുപോയിരുന്നു, വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അനക്കമൊന്നും ഉണ്ടായില്ല കേട്ടാ. പിന്നെ നമ്മുടെ കടൽ മാക്രിക്കുട്ടൻ ഇവിടെ അടുത്ത് വന്നിങ്ങനെ നോക്കിയിരിക്കണ്ട. ഇവൻ പഫ് ചെയ്ത് വീർക്കും, പക്ഷേ അത് ചില സമയങ്ങളിൽ വേറെ മീനുകൾ അറ്റാക്ക് ചെയ്യുമ്പോൾ മാത്രം അങ്ങനെ ആവോൾട്ടാ. അപ്പോൾ എല്ലാവരും ഇവിടെ മൂലയിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടൽ ചെല്ലി നടന്നു പോകണം അതിൻ്റെ ഇടയിൽ കൂടി കണ്ട. അപ്പോൾ ഈ ഒരു കാഴ്ചയൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവാം, ചിലവർ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നല്ല അടിപൊളി ഇതിലും സൂപ്പർ കാഴ്ചകളായിട്ട് നമ്മൾ വരോട്ടെ. അപ്പോൾ അതെ ഇത് ഞണ്ടിൻ്റെ ഡാൻസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ, ഇതാണ് ഞണ്ട് ഡാൻസ് കളിക്കുന്നത് കേട്ടോ. കണ്ട കുറച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കുരുത്തം കെട്ട സ്പൈഡർ ക്രാബാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറൂപ്പിൻ്റെ മുകളിൽ പിടച്ച് കയറിയിട്ട് അതിനെ പിടിച്ച് ഇറുക്കാനായിട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേണ്ടി കാണണം. നോക്കി എന്താണ് ഇവൻ കിടന്ന് കാണിക്കണത് കണ്ട. നമ്മൾ ഈ കടൽ വെള്ളത്തിൽ ഓക്സിജൻ കൊടുത്തിരുന്ന ആ ഒരു പമ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ബാറ്ററിയുടെ പരിപാടി തീർന്ന്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും മീനെയൊക്കെ നമുക്ക് എടുത്ത് മാറ്റാട്ടാ. കാരണം ഈ ഉപ്പുവെള്ളത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റം, അല്ലെങ്കിൽ ഈ വെള്ളത്തിന് അനക്കം വന്നിട്ടിരുന്നാലേ മീനുകൾക്ക് ശ്വസിക്കാനുള്ളൊരിത് കിട്ടും. അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ മീൻ ചത്തുപോകും. കാരണം വലയിൽ ഇത്ര നേരം കിടന്ന ആവശ്യമായിട്ട് വന്ന സാധനമാണ്. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ബ്രീത്തിങ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ മീനുകൾ ചത്തുപോട്ടെ. അവസാനമായിട്ട് കുറച്ച് ചെമ്മീനും കൂടി ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചുതരാം. അതെ ഒരുത്തൻ വെള്ളം കണ്ടപ്പോൾ തന്നെ ചാടിയിട്ടാ. അതെ കുറച്ച് ചെമ്മീനെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കാണിച്ചു തരേണ്ട അക്വേറിയത്തിൽ. ദേ പൊക്കോ. അപ്പോൾ കിട്ടിയതിൽ ഒട്ടുമിക്ക മീനെ അക്വേറിയത്തിലിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ ഇനി അക്വേറിയത്തിൽ നിന്ന് മീനൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഉപയോഗമില്ലാത്തതിനൊക്കെ എടുത്ത് കളയാം. അപ്പോൾ അതെ ആദ്യം തന്നെ എടുത്തേണ വങ്കടനെ വേണ്ട. വങ്കടക്ക് ഞാനൊരു കിസ്സും കൊടുത്തിട്ട് നേരെ പോയിട്ട് വാടാൻ മോനെന്നും പറഞ്ഞ് കടലിലേക്ക് കളഞ്ഞിട്ടാ അഴിയേറി തുടങ്ങിയിട്ടാ ഞങ്ങൾ. അപ്പോൾ ഇതിനെനിക്ക് ഉമ്മ കൊടുക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു മുള്ളു വെച്ച് നല്ലൊരു അടി കിട്ടി കഴിഞ്ഞാൽ നല്ല വേനയിരിക്കുള്ള കയ്യും പൊട്ടോട്ടെ. അപ്പോൾ അവനെ നമ്മൾ തിരിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്പൈഡർ ക്രാബാണെങ്കിൽ വെള്ളം കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടണം, എന്നെ വിട്ട് പോകണ്ടെന്നൊക്കെ ഉള്ള രീതിയിലേക്ക് വേണ്ട. പുള്ളിക്കാരനെ നമ്മൾ തിരിച്ച് കളഞ്ഞിട്ട നേരെ. ഇത് കണ്ട കറുപ്പ് നോക്കിയ കറുപ്പ്, ഇതിൻ്റെ കണ്ണൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഇതിൻ്റെ ശരീരത്തിലുള്ള ആ ഒരു ഡിസൈനും പട്ടിക്കുട്ടി എന്നൊക്കെ വിളിക്കോട്ടെ ഇതിനാ നമ്മുടെ കുളച്ചിക്കാർ. അപ്പോൾ ഇവനെ നമ്മൾ തിരിച്ച് നേരെ കടലിലേക്ക് തന്നെ കളയണ്ട. പോയി മോനെ ജീവിക്ക്. ഒട്ടുമിക്ക ആളുകൾക്കും പണി മോശമാണെന്നാണ്ടാ പറയണത്. കാരണം കടലിലൊന്നുമില്ല എന്നാണ് പറയണത് വലിച്ചിട്ട്.
നമ്മുടെ ബോട്ടൊക്കെ പോയിട്ട് ഒരു ദിവസം കൊണ്ട് പോയി പിറ്റേ ദിവസം തിരിച്ച് കയറിയാണ്, വലിച്ചിട്ടൊന്നുമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡീസൽ ചിലവെല്ലാം കൂടി ഒത്തു കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. മുതലാളിമാരായാലും തൊഴിലാളികൾക്കായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോ ബോട്ടുകളായിട്ട് ഇങ്ങനെ അഴികേറി വന്നൊരു കാഴ്ചയുണ്ട് ഈ കാണണം. ബോട്ടിലൊക്കെ എറിയെന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലല്ലേ. അപ്പോൾ നമുക്ക് മീൻ അധികം കിട്ടിയില്ല, പക്ഷേ ചെമ്മീൻ കിട്ടിയിരുന്നു. അപ്പോൾ ചെമ്മീൻ നേരെ ചൂടാക്കിയിട്ട് അത് കിള്ളിക്കൊണ്ടിരിക്കണേണ്ടി കണ്ട ചെറിയ ചെമ്മീനാണ്, പൂവാലൻ ചെമ്മീൻ എന്നാണ് നമ്മുടെ ഇവിടെ പറയണത്, ഇങ്ങനെ പൂവാലൻ. അപ്പോൾ അവരുടെ ഒപ്പം ഞാനും കുറച്ച് ചെമ്മീൻ കിള്ളാനായിട്ട് കൂടിയിട്ടാ. ചൂണ്ടയൊക്കെയായിട്ടാണ് ചേട്ടന്മാർ വന്നത്. പക്ഷേ കടലിലേക്ക് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടിയില്ല. അപ്പോൾ തിരിച്ച് ബോട്ട് കൊണ്ടുവന്ന് ഹാർബറിൽ കെട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരെന്ത് ചെയ്ത് ഒരു കൂന്തലിനെ ഇരാക്കിയിട്ട് വെറുതെ ബോട്ടിൻ്റെ അടുത്തുനിന്ന് പുറത്തേക്ക് ഇട്ട് നോക്കിയാണ്. പടയെന്നും പറഞ്ഞാൽ കൂരി കയറി പിടിക്കണത്. കൂരിനെ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുള്ള് നമ്മുടെ കയ്യുമ്മ കൊണ്ടുകഴിഞ്ഞാൽ നല്ല കട്ടെഴുപ്പായിരിക്കും. നല്ല നെയ്യുള്ള നല്ല അത്യാവശ്യം സൈസുള്ള കൂരിഞ്ഞേണ്ട നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇങ്ങോട്ട് മുള്ളു കെട്ടിയില്ലാരാ, മുള്ളു കെട്ടിയില്ല. മൂന്ന് മുള്ളുണ്ട്. പിടിച്ചാത്ത ഒരു വിലയില്ലേ ഇത് വലുതാവില്ലേ? ഈ സാധനം പിടിച്ചാക്കില്ല വില. എന്താ പിടിച്ച പിടിച്ചാക്ക് വിലയില്ല, ഊരിനാക്ക് വില. വീഡിയോയില് ഊരിനാള് നമുക്ക് മുതലുണ്ട്. ആ കയ്യിൽ അങ്ങനെ ഞങ്ങൾ ചറവറ കൂരിഞ്ഞൊക്കെ പിടിച്ച് ചെമ്മീൻ കറിയും കൂട്ടി ചോറൊക്കെ തിന്നിട്ട് നേരെ പിരിഞ്ഞിട്ടാ. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. വീണ്ടും ഒരു കിടലും കിടക്കാച്ച വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടാറ്റാ.